ഇന്ന് നവംബർ 1 കേരളപ്പിറവി. വിവിധ രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച മലയാളികളെ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസ് പോഡ്കാസ്റ്റ് രൂപത്തിൽ തുടങ്ങുകയാണ്. ഇന്നത്തെ അതിഥി തലശ്ശേരി സ്വദേശിയായ ഷാനവാസ് CKP ആണ്. ഫിഫയുടെ അണ്ടർ 17 വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ലോജിസ്റ്റിക് മാനേജറും ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ കപ്പ് 2019 ലെയ്സൺ ഓഫീസറുമൊക്കെയായി അന്തർദേശീയ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഷാനവാസ് CKP മുഹമ്മദാണ് ഇന്നത്തെ അതിഥി. ഫുട്ബോളിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും പിന്നീട് നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഷാനവാസിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. വെൽക്കം ഷാനവാസ് ടു ദിസ് പോഡ്കാസ്റ്റ്. ചന്ദ്രനിൽ പോയാൽ പോലും മലയാളികൾ അവിടെ ഉണ്ടെന്നുള്ളതാണല്ലോ പൊതുവെ ഒരു പറച്ചിൽ. അതായത് ലോകത്ത് എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മലയാളി കമ്മ്യൂണിറ്റി ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഷാനവാസിനോട് തോന്നിയൊരു അത്ഭുതം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫിഫയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു മലയാളി എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു പുതിയ അറിവായിരുന്നു. ഉണ്ടാകുമെന്നറിയാം, പക്ഷെ കേരളത്തിൽ നിന്നൊരു ആളുണ്ടാവുക എന്നുള്ള ഒരു വലിയൊരു അത്ഭുതമായിരുന്നു. അപ്പം എൻ്റെ ആദ്യത്തെ ചോദ്യം, മലയാളിയുടെ താല്പര്യങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് എത്രയോ വർഷങ്ങളായിട്ട് സംസാരിക്കുകയും കളിക്കുകയും ടൂർണമെൻറ്റ്സ് നടത്തി, അപ്പോൾ എല്ലാ നാട്ടിലും കാണും ഒരു ടൂർണമെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഓർമ്മകളും ഒക്കെ. ആദ്യത്തെ ചോദ്യം ഇതാണ്, ഏതൊക്കെ ഫുട്ബോൾ താരങ്ങളെ നേരിട്ട് കണ്ടിട്ടുണ്ട്? അതെ, അതില് ഞാൻ വരുന്നതിന് മുന്നേ മലയാളികൾ ഫുട്ബോൾ സ്നേഹം എന്ന് പറഞ്ഞല്ലോ. എന്റെ ഫാദർ കാലിക്കറ്റ് ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്നു. അന്ന് കാലിക്കറ്റിലായിരുന്നു ഏറ്റവും കൂടുതൽ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുക. ഈ നെഹ്റു കപ്പ്, അതുപോലെ തന്നെ നാഗ്ജി, പിന്നെ അതുപോലെ സീസേഴ്സ് കപ്പ്, ഇങ്ങനെയുള്ള എല്ലാ ചാമ്പ്യൻഷിപ്പ്. അപ്പൊ ഈ സമയത്തൊക്കെ ഫുട്ബോൾ തന്നെയാണ് ടോക്ക്. കാരണം മെയിൻ സ്ട്രീം ന്യൂസ് പേപ്പറും എല്ലാരും അവരെ സ്പോർട്സ് പേജ് കവർ ചെയ്യുന്നത് ഈ മേജർ ടൂർണമെന്റ്സ് ആണ്. ലീഗ്, പ്രൊഫഷണൽ ലീഗ് ഇല്ലായിരുന്നു, ഇതുപോലെ ടൂർണമെന്റ്സ് ആയിരുന്നു എല്ലാ ടീമിനും. ഫെഡറേഷൻ കപ്പായിരുന്നു നമ്മളെ ഏറ്റവും പ്രൈം ടൂർണമെന്റ്. അപ്പം അതിൽ കേരള പോലീസ് ജയിക്കുമ്പോഴാണ് എല്ലാ പ്ലേയേഴ്സിനെയും നോട്ടിഫൈ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ അന്ന് ഈ മത്സരങ്ങളൊക്കെ നടക്കുന്ന കോഴിക്കോടാണ്. അപ്പൊ നമ്മളെ ഫാദർ അവിടെ ഉണ്ടായിരുന്നു. ഈ മത്സരങ്ങൾ കാണാൻ വേണ്ടി ഒപ്പം പോകും. അങ്ങനെ ബേസിക്കലി ഞാൻ തലശ്ശേരിക്കാരനാണ്. അപ്പൊ തലശ്ശേരി എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിന്റെ സ്ഥലം. ക്രിക്കറ്റ് നിന്ന് ഫുട്ബോളിലേക്കുള്ള ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് ഫുട്ബോളിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഫുട്ബോളായിട്ട് പോയത്. പക്ഷെ എത്ര പ്ലേയേഴ്സിനെ കണ്ടു എന്ന് ചോദിച്ചാല്, എന്താ പറയാ, ഇന്നത്തെ ന്യൂ ജനറേഷനിലെ എല്ലാ പ്ലേയേഴ്സിനെയും കണ്ടിട്ടുണ്ട് എന്ന് പറയാം. ഒരു ടോപ്പ് 100 വരുന്ന എല്ലാ പ്ലേയേഴ്സിനെയും. കാരണം വേൾഡ് കപ്പിൽ വളരെ ഡെഗോട്ടിൽ ഇരുന്നിട്ടാണ് മാച്ചസ് ഉണ്ടാകുക. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഇയർ ഫിഫ ബെസ്റ്റ് പ്ലെയർ അവാർഡിന് പോയിരുന്നു. അപ്പൊ ആ സമയത്ത് എല്ലാ ലെജൻഡറി പ്ലേയേഴ്സും പിന്നെ അതുപോലെ തന്നെ നല്ല പ്ലേയേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെ എല്ലാരും കിട്ടി. അതില് എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന 1-2 എന്താ പറയാ, നമുക്ക് ഫോർ എവർ എന്ന് പറയുന്ന പ്ലേയേഴ്സ് അതിലുള്ളത് പെലെയാണ് നമ്പർ 1. അതുപോലെ മാരഡോണ ഉണ്ട്, പ്ലാറ്റീന ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വേൾഡ് കപ്പ് വിന്നേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ്, ഈവൻ കാഫു, കനവാരോ, ഇതില് പേഴ്സണലി റിലേഷൻഷിപ്പ് ഉള്ള ഒരുപാട് പ്ലേയേഴ്സ് അതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഫുട്ബോളിൽ നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു എന്താ പറയാ ഒരു കണക്ടിവിറ്റി ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചു. അത് ഇമ്പോസിബിൾ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എല്ലാവർക്കും പോസിബിൾ ആണ്. നമുക്ക് അങ്ങനെ ഒരു പാഷൻ നമ്മളെ ഉള്ളിലുണ്ട്. നമ്മൾ എന്നിട്ട് അതിനെ കുറിച്ച് ചിന്തിച്ച് ഇതാണ് വർക്ക് ചെയ്യേണ്ടത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ രീതിയിൽ ആൾക്കാർക്ക്, എനിക്കൊന്ന് ഇനിയും ആളുകൾക്ക് ഈ തരത്തില് ഞാനൊക്കെ ഓരോ കാര്യങ്ങൾ കാണുകയും അതുപോലെ തന്നെ ഓരോ പ്ലേയേഴ്സിനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, മുമ്പ് നമ്മൾ TV കാണുമ്പോൾ ഒരിക്കലും സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഇവരൊക്കെ നാളെ നമ്മൾ സുഹൃത്താവോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. അല്ലെ അവരെ നേരിട്ട് കാണാൻ പറ്റുമോ, അല്ലെ അവർ കളിയൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് ആ ഒരു തോട്ട് പ്രോസസ്സ് മനസ്സിൽ നിന്ന് മാറ്റി. ഇപ്പൊ നമ്മൾ IPL കാണുമ്പോൾ നമുക്കിപ്പം വിരാട് കോഹ്ലിനെ കാണണമെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. കാരണം ഈ ഈസ് ഫ്രം ഇന്ത്യ, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ ആ ഒരു ഇതുണ്ടല്ലോ ഫുട്ബോളിൽ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് അത് സാധിക്കില്ല. അതാണ് പല ആളുകളും എന്നോട് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കാറ് അതെങ്ങനെയാണെന്ന്. അപ്പൊ ഈ പെലെയൊക്കെ കാണുക എന്ന് പറയുന്ന ഒരു സ്വപ്ന സാഫല്യമാണല്ലോ. ഒരു സാധാരണ നമ്മളൊരാള്, ഒരു ഇന്ത്യക്കാരനൊക്കെ അങ്ങനെ കാണാൻ പറ്റുന്ന ഒരാളല്ലോ പെലെ. അപ്പൊ ഈ കണ്ട ആൾക്കാരിൽ ആരെങ്കിലും ഒരാള്, അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാര്, അല്ല പെലെ, പെലേനെ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല. പെലേനെ ഞാൻ നേരിട്ട് കാണും. കാരണം പെലെ എന്നത്, ഫുട്ബോൾ എന്നത് പെലെയാണെന്ന് അറിയുന്നതുകൊണ്ടാണ് നമ്മളെ ചെറുപ്പകാലം. പിന്നെ
86-ലൊക്കെ നമുക്ക് ശരിയായ ചെറിയൊരു ഓർമ്മക്ക് വരുന്ന കാലഘട്ടത്താണ് മാരഡോണ എന്ന ഒരു പ്രതിഭാസം വേറെ ഉണ്ടാകുന്നത്. പിന്നെ വേൾഡ് കപ്പ് വിൻ ചെയ്യാണ്. പിന്നെ 90 വേൾഡ് കപ്പ് ആകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നമ്മളെ സ്കൂളിലെ ഒരു ഏകദേശം ഒരു 6th 7th പഠിക്കുമ്പോഴാണ് ആ ഒരു ഇറ്റാലിയൻ 90 വേൾഡ് കപ്പ് വരുന്നത്. അപ്പൊ മാരഡോണ എന്ന പേര് ഏതൊരു കുട്ടിക്കും അറിയാന്നുള്ള പേര്. ഇപ്പൊ മെസ്സിയുടെ പേര് ഏതൊരു കുട്ടിക്കും അറിയുന്നില്ല. ഇന്ന് മെസ്സിനെ നമുക്ക് യൂട്യൂബ് അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് ഇന്നത്തെ കുട്ടികൾക്ക് വാച്ച് ചെയ്യാം. നമുക്ക് മാരഡോണ നമുക്ക് കാണാൻ പറ്റുക പേപ്പറിൽ അല്ലെങ്കിൽ ടി വി തന്നെ അന്ന് വളരെ റയറായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേൾഡ് കപ്പ് മൂമെന്റ്സിലൂടെ മാത്രമാണ് നമുക്ക് മാരഡോണ കാണുന്നത്. മറ്റേ മെസ്സിനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ എവറി ഡേ കാണാൻ പറ്റും. കാരണം വെച്ചാൽ എവറി വീക്ക് അവർക്ക് മാച്ചസ് ഉണ്ട്. മാരഡോണ നമുക്ക് കാണാൻ പറ്റുന്നത് അന്ന് ഇറ്റാലിയൻ ലീഗോ അല്ലെങ്കിൽ അയാൾ കളിക്കുന്ന ഇറ്റാലിയൻ ലീഗോ അല്ലെങ്കിൽ ബാഴ്സലോണ കളിക്കുമ്പോൾ അതിന്റെ ലൈവ് ടെലികാസ്റ്റ് ഒന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ. അതില് നമ്മള് പിന്നെ നമുക്ക് വേറെ എന്റർടൈൻമെന്റ് ഇല്ലായിരുന്നു. കാരണം ടി വി കാണുക അല്ലെങ്കിൽ ഇത് കാണുക അല്ലെങ്കിൽ കുട്ടികൾ പുറത്തു പോയി കളിക്കുക എന്നൊക്കെ. അപ്പൊ കളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത് മാരഡോണ ഇങ്ങനെ ഗോൾ അടിച്ചു അങ്ങനെ ഗോൾ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ മാരഡോണന്റെ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടി വി കാണുന്ന ചെറിയൊരു നോളജ് അതേ ഉള്ളൂ. ഇന്നത്തെ കുട്ടികൾക്ക് അവസരങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോള് നമ്മൾ ഈ ഒരു പ്ലേയേഴ്സിനൊക്കെ നമ്മൾ സ്വപ്നം കണ്ട് നടക്കുമ്പോഴാണ് എന്തോ ഒരു എന്താ പറയാ ഒരു ദൈവ നിശ്ചയം അല്ലെങ്കിൽ എന്താ പറയേണ്ടതിന് ഒരു യോഗം, ആരൊക്കെയോ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം ദൈവം സഫലീകരിച്ച പോലെ ഒരു സന്തോഷം. കാരണം പെലേനെ ഫസ്റ്റ് കണ്ടപ്പം എനിക്ക് എന്താ ചോദിക്കണ്ടേ എന്നുള്ള ഒരു ഇതില്ല. കാരണം എന്റെ മുന്നിൽ നിൽക്കുന്നത് ലോക ഫുട്ബോളിന്റെ രാജാവല്ലേ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. ഞാൻ ശരിക്കും സ്റ്റക്കായി പോയിട്ടുണ്ട്. കാരണം അവിടെ അത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ടൈമിലാണ്. അപ്പോൾ പുള്ളി വന്നു, പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചു. അപ്പൊ പുള്ളി എന്നടിച്ചു ഞാനത്ര ഗോളടിച്ച അറിയിച്ചു. ഞാൻ കാലിനെന്താ പറ്റി. പുള്ളി നടക്കുന്ന സമയത്ത് ചെറിയൊരു ലിംപിങ് ഉണ്ടായിരുന്നു, ചെറുതായിട്ടൊരു ഒരു ചെറിയൊരു മോഡൽ. അപ്പം എന്താണ് ചോദിച്ചപ്പോ എന്നോട് ചോദിച്ചു ഞാനത്ര ഗോളടിച്ച അറിയും എന്നോട്. അപ്പൊ എനിക്ക് എക്സാക്ട് ഒരാളുടെ അടുത്ത് ഒരാളെ കാര്യം വളരെ കൃത്യമായിരിക്കല്ലോ. അപ്പൊ പെലെ അടിച്ച ഗോള് എനിക്ക് കൃത്യമായിട്ട് പറയണം. 1283 അല്ലെങ്കിൽ 1281 എന്നുള്ള ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പൊ 1283 പുള്ളിയാ എന്നോട് കറക്റ്റ് ചെയ്തു. അപ്പൊ അന്ന് എനിക്ക് ഞാൻ ഗോൾ അടിക്കുന്ന സമയത്ത് പിന്നെ ആകെ കുറച്ച് ലിമിറ്റഡ് ക്യാമറാസ് ഗ്രൗണ്ടിൽ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് ഗ്രൗണ്ടിൽ ഒരു മാച്ച് നടക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാമറാസ് ഉണ്ട്, എല്ലാ ആംഗിളിലും ഷൂട്ട് ചെയ്യാനുള്ള. മാത്രമല്ല സ്റ്റേഡിയത്തിലേക്കുന്ന ഓരോരാളുടെ കയ്യിലും ക്യാമറ, കാരണം ഓരോരാളുടെ കയ്യിലും ക്യാമറ ഫോണാണ് ഉള്ളത്. അപ്പൊ ഞാൻ 1283 ഗോൾ അടിക്കുമ്പോൾ ഒരു ഗോളിന് എനിക്കൊരു 10 ചവിട്ട് കിട്ടുകയാണെങ്കിൽ എത്ര ചവിട്ട് കിട്ടും? ഇന്ന് എനിക്ക് ഈ കാൽപിടും നടക്കാൻ പറ്റുന്നത് അന്നത്തെ എന്റെ സ്ട്രെങ്ത് കൊണ്ടാണ്. അപ്പൊ പുള്ളിനെ പോലത്തെ ഒരാള് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ വാസ്തവമാണ്. കാരണം ഇന്ന് പ്ലെയറെ കോണ്ടാക്ട് പോലും ഇല്ലാതെയാണ് ആളുകൾ വീഴുന്നത് കാർഡിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. കാരണം അത് ഇന്നത്തെ ഗെയിം ടാക്ടിക്സ് അതാണ്, അത് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്നാലും അന്നത്തെ കാലത്ത് അവർ കളിച്ച് നേടി. അതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ ആളുകളെ മൊത്തം ഈ ഒരു സ്പിരിറ്റിൽ നമുക്ക് സച്ചിൻ തെണ്ടുൽക്കർ എങ്ങനെ ക്രിക്കറ്റിലേക്ക് കുറെ ആളുകളെ ഒരു ജനറേഷനെ കൊണ്ടുവന്നെന്നുള്ള പോലെ നമുക്ക് ഈ പെലെ എന്ന് പറഞ്ഞത് ഒരു കൺട്രിയിലേക്ക് കൊണ്ടുവന്നത്. പെലെ എന്ന് പറഞ്ഞത് എൻറ്റയർ വേൾഡിലാണ് ഇത്രയും ജനറേഷനെ കൊണ്ടുവന്നത്. അതിന്റെ ആഫ്റ്റർ എഫക്ട് തന്നെയാണ് ഒബ്വിയസ്ലി മാരഡോണയും പിന്നെ റൊണാൾഡോയും നെയ്മറും മെസ്സിയും. പിന്നെ ബ്രസീൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫുട്ബോൾ ഫാക്ടറി, ഇപ്പൊ സംശയമില്ലാത്ത കാര്യം. കാരണം ഏത് കൺട്രിയിലും അവിടെ ലീഗ് കളിക്കുന്നതിൽ ഒരു മിനിമം ഒരു 2-3 ബ്രസീൽ പ്ലേയേഴ്സ് ഉണ്ടാവും. പെലേനെ പോലെയുള്ള ഒരു ഇതാണ്. അതുപോലെ മാരഡോണ അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മാരഡോണ ദുബായിലെ ക്ലബിലേക്ക് വന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് കുറച്ച് കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പോഷർ ട്രിപ്പിന് വന്നിരുന്നു. അപ്പൊ അവിടെ ആ ക്ലബിൽ എൻ്റെ ഒരു കസിൻ വർക്ക് ചെയ്യുന്നുണ്ടായി. ഞാൻ പുള്ളിയെ വിളിച്ചു, ഇങ്ങനെ ഒന്ന് മാനേജ്മെന്റ് അടുത്ത് സംസാരിക്കണം. അപ്പൊ മാരഡോണ ഈ കുട്ടികളൊക്കെ കണ്ടപ്പോ ഞാൻ ഇന്നലെ അത് പോസ്റ്റ് ചെയ്തു. കുട്ടികളൊക്കെ കണ്ടപ്പോ മാരഡോണയാണ് കുട്ടികളൊക്കെ ലൈനപ്പ് ചെയ്ത് നിർത്തിയത് ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി. അതായിട്ട് വെച്ചു. കാരണം പുള്ളി പഠിപ്പിക്കുന്ന ഒരു രീതി ഒരു ഫുട്ബോളേഴ്സിനെ കാണുമ്പോൾ ഉള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ, റെസ്പെക്ട് ഉണ്ട്. അത് ശരിക്ക് അത്രയും ഗോളടിച്ച് ലോകം മുഴുവൻ അറിഞ്ഞ ആളാണ്. ഏത് സമയത്തും ആളുകള് നോക്കുന്ന ഒരാളാണല്ലോ. പിന്നെ കോൺട്രവേഴ്സീസ് ഒബ്വിയസ്ലി ഔട്ട് ഓഫ് ദ ഫീൽഡിൽ ചിലപ്പോൾ ഉണ്ടാവാം, അത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ആസ് എ ഫുട്ബോളർ എന്ന നിലയിൽ അയാൾ ഗ്രൗണ്ടിൽ എന്ത് മാജിക് ആണ് കാണിച്ചത്, അതാണല്ലോ ജനങ്ങൾ ഇപ്പോഴും ഭയങ്കര അത്രയും സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്നത്. അപ്പം അത് ഇപ്പൊ ഉള്ള കുട്ടികൾ പോലും അവരെ ആ കുട്ടികൾക്ക് ശേഷം മാരഡോണയ്ക്ക് ശേഷം 2 ജനറേഷൻ വന്നു.
അപ്പൊ ആ ജനറേഷനിലെ കുട്ടികൾ തന്നെ എന്താ പറയാ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാല് മാരഡോണ ഫോളോ എന്ന് പറയുമ്പോ നമുക്കറിയാം എത്രമാത്രം നല്ല പ്ലെയർ ആണ് അത്. ഇപ്പൊ പെലെ ആരാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ എല്ലാവർക്കും പറയാൻ പറ്റും. പെലെ എന്ന് പറഞ്ഞാൽ 3 വേൾഡ് കപ്പ് 17 മുതൽ ബ്രസീലിന് കളിച്ചിട്ട് വേൾഡ് കപ്പ് നേടാൻ തുടങ്ങിയാണ്. 3 വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നു. അപ്പം ആ 3 വേൾഡ് കപ്പ് വിൻ ചെയ്ത പ്ലെയർ ആണ്. അപ്പൊ അങ്ങനെ ഒരു പ്ലെയർ ഇല്ലല്ലോ. അപ്പൊ അതാണ് ഫുട്ബോൾ എന്നുള്ള രീതിയിൽ ഇത്രയും വലിയ പ്ലേയേഴ്സ്. പിന്നെ അതുപോലെ പ്ലാറ്റിനി ഫ്രാൻസിന് വേണ്ടി കളിക്കുന്നു, ജുവന്റസിന് വേണ്ടി കളിക്കുന്നു, വേൾഡ് ഫുട്ബോളർ ആവുന്നു. അതുപോലെ ഫ്രാൻസിന് യൂറോ കപ്പ് നേടി കൊടുക്കുന്നു. പിന്നെ റൂഡ് ഗുള്ളിറ്റ്, പിന്നെ അതുപോലെ നമ്മുടെ പാട്രിക് ക്ലൈവേർട്ട്, ബെല്ലാക്ക്, കാനവാരോ, പിന്നെ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ വന്ന ഡെൽപിയറോ എപ്പം ദുബായ് വന്നാൽ വിളിക്കും. നല്ല റിലേഷൻഷിപ്പാണ്. ഇറ്റാലിയൻ നാഷണൽ ടീം തന്നെ നല്ല ബന്ധമാണ്. അവരെ FIGC ഓഫീസിലൊക്കെ എന്നെ വിളിച്ചിട്ട് എനിക്കൊരു അവരെ ഇറ്റാലിയൻ ജേഴ്സി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വന്നിരുന്നു കുറെ മുന്നേ. 2016 തോന്നുന്നു. അപ്പൊ അത് ഒരു വലിയ കാര്യമാണ്. കാരണം അന്ന് അണ്ടർ 17 വേൾഡ് കപ്പ് ഇറ്റാലിയൻ ടീം കളിക്കാൻ വേണ്ടി വന്ന സമയത്ത് അതിലെ ഒരു പ്ലെയറിന് പെട്ടെന്ന് ഹെർണിയ ഓപ്പറേഷൻ വന്നു. അപ്പൊ ഇമ്മീഡിയറ്റ്ലി ഹെർണിയ ഓപ്പറേഷൻ വരുന്ന കാരണം ഞാൻ അപ്പം തന്നെ അന്ന് ദുബായത്തെ ഒരു ഹോസ്പിറ്റലിൽ റെക്കമെൻഡ് ചെയ്തു. അവിടുത്തെ ഡോക്ടർ വന്നു. അങ്ങനെ ടീം ഡോക്ടർ ഡിസ്കസ് ചെയ്തതിനു ശേഷം അയാളെ സർജറി വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ നടത്തി ആള് കൊണ്ടുപോയി. അപ്പൊ അതിനുശേഷം ആ ടീം മാനേജ്മെന്റ് എന്നോട് നല്ലൊരു ഒരു എന്താ പറയാ അവർക്കൊരു സ്പെഷ്യൽ റെസ്പെക്റ്റാണ്. അങ്ങനെയാണ് ഇറ്റാലിയിൽ വന്നപ്പോ അവരെ വിളിച്ചിട്ട് എനിക്ക് അവരെ ഫുൾ കിറ്റ് തന്നു. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മുടെ ഈ ഫിഫയുടെ അണ്ടർ 17 വേൾഡ് കപ്പിന്റെ ലോജിസ്റ്റിക്സ് മാനേജറായിട്ടാണല്ലോ ആദ്യം ഈ ഫിഫയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അതെ. അപ്പൊ ആ ഒരു എങ്ങനെയാണ് ഒരു മലയാളി ഒരു ഫിഫയുടെ ലോജിസ്റ്റിക്സ് മാനേജറിലേക്ക് എത്താനുള്ള ഒരു ജേർണി എവിടുന്നാണ് തുടങ്ങിയത്? സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കാലിക്കറ്റ് നിന്ന് നമ്മൾ ആ ഫുട്ബോളിന്റെ അത് കാണുന്ന കാലം മുതലേ എനിക്ക് ഫുട്ബോൾ എന്നുള്ളത് ഭയങ്കര ഹരമായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി ഫുട്ബോളറായിരുന്നു. യൂണിവേഴ്സിറ്റി 2 വർഷം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫുട്ബോൾ നമ്മൾ കളിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമുക്കറിയാം നമ്മളെ ലിമിറ്റ് ഇവിടെയും വരെ ഉള്ളൂ. കാരണം നമ്മൾ ഇന്റർനാഷണൽ ഫുട്ബോൾ ഇപ്പൊ ഇവിടുന്ന് ഒരാൾ ഇപ്പം കളിക്കുന്ന ഒരു കുട്ടിക്ക് താല്പര്യം ഉണ്ടാവുക എനിക്കൊന്ന് ബാഴ്സലോണ പ്ലെയർ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ആ ബാഴ്സലോണ പ്ലെയർ ആകാൻ പറ്റൂല. അപ്പം എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളില് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് ഏഷ്യയിൽ തന്നെ നമുക്ക് കളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇന്ത്യൻ നാഷണാലിറ്റിക്ക് കളിക്കാൻ പറ്റുന്നത് കുറച്ച് ലിമിറ്റഡ് ആയിട്ട്. അപ്പൊ നമുക്ക് നിയർ ബൈ ധാക്ക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവന് UAE പോലും കളിക്കണമെന്നുണ്ടെങ്കിൽ യൂറോപ്പിലുള്ള അല്ലെങ്കിൽ ഫിഫ റാങ്കിങ്ങിലുള്ള 50 ബിലോയിൽ വരുന്ന ക്ലബുകൾക്കാണ് റാങ്കിങ് ഉള്ള കൺട്രീസിനാണ് അവർ റെക്കമെൻഡ് ചെയ്യും. അപ്പൊ നമ്മള് ഇപ്പം റീസെന്റ് 100 ആ ലെവലിലേക്ക് വന്നു. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് ആ ഒരു അവയർനെസ് ഇല്ല ഇങ്ങനെ കളിക്കാൻ പറ്റും. അപ്പൊ ആളുകൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുറച്ച് നല്ല കളി കളിച്ചിട്ട് ചെറിയ കുട്ടികള്, കാരണം ഞാൻ കുറെ കുട്ടികളെ കണ്ടിട്ട് ഒരു നോട്ടീസ് ചെയ്തപ്പോഴാണ് അവർക്ക് ബാഴ്സലോണ ക്ലബ്ബിൽ പോയി കളിക്കണം. അപ്പൊ എങ്ങനെയാണ് അവരെ അവിടെ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ അടുത്ത് റീസെന്റ് ജർമ്മനിയിൽ ഉണ്ടായിരുന്നു, DFIയില്, അതായത് ബയൺ മ്യൂണിക്കിന്റെ ഒക്കെ അക്കാഡമി ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ അന്വേഷിക്കുന്നത് ഇന്ത്യൻസിന് പോകാം, അവരെ ഓൺ എക്സ്പെൻസിൽ അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ അതില് വേറെ ടീമിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാണ്ട് ആ സെയിം ക്ലബില് അവർ ഒഫീഷ്യൽ ക്ലബിന്റെ അണ്ടറിലുള്ള അക്കാഡമിയിൽ പറ്റില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കും എങ്ങനെയാണ് കുട്ടികൾക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ സത്യത്തില് ഞാൻ ഇത് മനസ്സിലാക്കിയത് ഈ അടുത്ത കാലത്താണ്. അപ്പൊ എനിക്ക് ദുബായിലേക്ക് പോയ സമയത്ത് അവിടുത്തെ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ദുബായിൽ ഒരുപാട് എക്സ് പ്ലേയേഴ്സ്, അന്ന് എമേഴ്സൺ ഇങ്ങനെയൊക്കെയുള്ള പ്ലേയേഴ്സ് ഒക്കെ അവിടെ കളിക്കണ്ടായിരുന്നു. അപ്പോഴാണ് കനവാരോ അൽ അഹ്ലി ക്ലബിന് കളിക്കുന്നത്. കനവാരോ വേൾഡ് കപ്പ് 2006 ജയിച്ച് നേരെ റയൽ മാഡ്രിഡിലേക്ക് പോയി. ശേഷമുള്ള വരവ് നേരെ അൽ അഹ്ലി ക്ലബിലേക്കാണ്. അപ്പോൾ അവിടുത്തെ ഫുട്ബോൾ കാണാൻ വേണ്ടി പോകുമ്പോ സത്യം പറഞ്ഞാല് അവിടെ മാച്ചസ് കാണാൻ ഒരു മലയാളി പോലും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ അറബികളുടെ ഇടയിൽ നമ്മൾ ഇരിക്കുമ്പോ അറബിയൊക്കെ തന്നെ അതിശയാണ് ഇതാരാണ്. കാരണം അവരൊക്കെ കന്തൂറൊക്കെ ആ സ്റ്റൈലിലെ വരാം. പിന്നെ നമ്മൾ മലയാളീസ് പ്രത്യേകിച്ച് ഞാൻ ആ ഒരു ജോലിയൊക്കെ നോക്കുന്ന സമയത്താകുമ്പോ വെച്ചാല് ഫുള്ള് എന്താ പറയാ എക്സിക്യൂട്ടീവിലാണ് കളി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആൾക്കാര് പ്രത്യേകിച്ച് നോട്ടീസ് ചെയ്ത് ആരാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ വന്നിട്ട് കളി കാണാനുള്ള താല്പര്യം കൊണ്ട് പിന്നെ അവര് നമുക്ക് ഫ്രീ പാസ്സൊക്കെ തരാൻ തുടങ്ങി കളി കാണാൻ വേണ്ടി. അങ്ങനെ ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് വന്നു. ഇന്ത്യൻ ടീം വരുന്ന സമയത്ത് പിന്നെ ഗ്രൗണ്ട് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് ഇവിടെ ഒരു കോൾ വന്നു.
നമ്മളെ ഫാദർ. അപ്പം അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലാണ് നമ്മൾ ഫെഡറേഷനായിട്ട് അടുക്കാൻ തുടങ്ങിയത്. അപ്പം ഫെഡറേഷൻ പിന്നെ എന്ത് കാര്യത്തിനും വിളിക്കും. അപ്പൊ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അവരുടെ എല്ലാ ടീമുകളും Under-22 ടീം, Under-18 ടീം, Under-19 ടീം, അതുപോലെ തന്നെ Under-17 ടീം, Under-15 ടീം, ഇങ്ങനെയുള്ള ടീംസിനൊക്കെ ISL ബിഫോർ ISL ആണ് എല്ലാ വർഷവും ഒരു ആഴ്ചത്തേക്കുള്ള എക്സ്പോഷർ ട്രിപ്പ് അടിക്കും. കാരണം എല്ലാ ഇയറും ഓരോ ഏജ് ഗ്രൂപ്പിനും AFC കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവും. വേൾഡ് കപ്പ് ക്വാളിഫയിങ് റൗണ്ട്, ഒളിമ്പിക്സ് ക്വാളിഫയിങ് റൗണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന് മുന്നുള്ള പ്രീ സീസണിന് വേണ്ടിയിട്ട് 1 വീക്ക് അവർ സ്പെൻഡ് ചെയ്യാൻ ദുബായിൽ വരുമ്പോൾ അവരെ കാര്യങ്ങള് എന്റെ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ, അന്ന് ബാങ്കിലായിരുന്നു, ഞാൻ അത് മാനേജ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ 1 വീക്കാണല്ലോ അത് സ്പെൻഡ് ചെയ്യാറുള്ളൂ. അത് മിക്കവാറും എന്റെ ഒരു പക്ഷേ ആനുവൽ ലീവ് 2-3 ദിവസമൊക്കെ ലീവ് എടുക്കും. എന്നാലും നമ്മുടെ രാജ്യത്തിന്റെ ടീമാണ്, അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്, കാരണം അതിനൊരു കുറവുണ്ടാകുന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുക. അപ്പം ആ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് Under-17 വേൾഡ് കപ്പ് വരുന്നത്. അപ്പം ഫെഡറേഷനിൽ റിക്വസ്റ്റ് വന്നു, അങ്ങനെ കൊടുത്തു, ഫിഫ റെക്കമെൻഡ് ചെയ്തു, അവിടെ പോസ്റ്റിംഗ് കിട്ടി ആസ് എ ലോജിസ്റ്റിക്സ് മാനേജർ. അത് ഭയങ്കര ടഫ് ഇതായിരുന്നു, ജോലിയായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ ഫിഫയിലൊക്കെ ജോലി ചെയ്യാന്ന് പറഞ്ഞാല് ഇറ്റ്സ് നോട്ട് ഈസി. കാരണം ലോകം മുഴുവൻ നോക്കുന്ന ഈവന്റ്സ് ആണ് വേൾഡ് കപ്പ്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് കണ്ട ആളുകളെ നോക്കുകയാണെങ്കിൽ 3.5 ബില്യൺ ആളുകളാണ്. അതായത് വേൾഡിലെ 7 ബില്യൺ ആളുകളില് അവരെ റഷ്യ വെച്ചിട്ട് അങ്ങനെയാണ് 3.5. ഓൺലി ഫൈനൽ മാത്രം കണ്ടത് 3 ബില്യൺ ആളുകളാണ്. അപ്പം ഓവറോൾ ആണ് ഞാൻ പറയുന്നത്. അപ്പം ശരിക്ക് അത്രയും ലോകത്തിന്റെ പകുതി ആളുകൾ ഇത് കാണുന്നുണ്ട് എന്ന് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്താ പറയാ, അതിന്റെ ഒരു ഓപ്പറേഷൻസിലേക്ക് പോകുമ്പോൾ അത്രയും കുറ്റമറ്റ രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു മൈനസ് മാർക്ക് എവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത്രയും റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പൊ എങ്ങനെയുള്ള ടീമാണ് ഒരു മാച്ച് നിയന്ത്രിക്കുക? ഇപ്പം ഷാനവാസ് ഇപ്പം പറയുമ്പോൾ ഒരു മാച്ച് ഇപ്പം പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നമാണ് ഒരു ടൂർണമെന്റ് അല്ലെ ഒരു മാച്ച് എന്ന് പറയുന്നത്. അപ്പം അതിലെന്തൊക്കെയാണ് ഒരു ലോജിസ്റ്റിക്സ് മാനേജർ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് ചാലഞ്ചസ്? അല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്രൂപ്പാണ് ഇത് മാനേജ് ചെയ്യുന്നത്, അപ്പൊ ആ ഗ്രൂപ്പിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അത് നമ്മള് അത്രയും നല്ല ഏറ്റവും മികച്ച പ്രൊഫഷണൽസ് ആയിരിക്കണം ഈ ഫുട്ബോൾ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോമ്പറ്റീഷൻ സമയത്ത് എല്ലാ ആൾക്കാരും, അതായത് ടോപ്പ് മാനേജ്മെന്റ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുതൽ ബോട്ടം ലൈനിൽ വരെയുള്ള ആളുകൾക്ക് ഓരോ ഏരിയാസ് ഉണ്ട്. അതായത് ഇപ്പൊ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കോമ്പറ്റീഷൻ നടക്കുന്ന ഏരിയ കൺട്രോൾ ചെയ്യണം. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് ആ മത്സരത്തിന് മുമ്പേ ഉള്ള സ്റ്റേഡിയത്തിലെ A to Z സാധനങ്ങൾ, ഏകദേശം 340ഓളം എക്യുപ്മെന്റ്സ് ഉണ്ട്. സ്റ്റേഡിയത്തിലെ ചെയർ മുതൽ പിന്നെ മീഡിയ ടീം ഇരിക്കുന്ന സ്ഥലം, മീഡിയ ട്രിബ്യൂണ്, അതുപോലെ തന്നെ പ്ലേയേഴ്സ് ഡ്രസ്സിംഗ് റൂം, റഫറീസ് ഡ്രസ്സിംഗ് റൂം, ഡോപ്പിംഗ് ടെസ്റ്റ്. കാരണം മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ പ്ലേയേഴ്സിനെ ഡോപ്പിംഗ് ടെസ്റ്റ് ഒക്കെ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ ഡോപ്പിംഗ് ടെസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, കാരണം ഒരുപാട് ഗസ്റ്റുകൾ വരും, ടീം ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ അതുപോലെ പല ഏരിയാസും ഡോക്ടേഴ്സ്, അങ്ങനെ എല്ലാ ആസ്പെക്ട്സും കൂടിച്ചേർന്നിട്ടുണ്ട് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വലിയ ഇവന്റ് നടത്തുമ്പോൾ നമുക്ക് അത്രയും നല്ലൊരു പ്രൊഫഷണൽസ്, എല്ലാവരും നല്ല പ്രൊഫഷണൽസ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നമുക്ക് തന്നെ ഒരുപാട് പ്രഷർ ഉണ്ടാവാം, പക്ഷെ അത് റിലാക്സ് ചെയ്യും. അതിലിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ബ്ലാറ്റർ കാണുന്നത്, അന്നത്തെ ഫിഫ പ്രസിഡന്റ് ബ്ലാറ്റർ കാണുന്നത്, നമ്മളന്ന് Under-17 വേൾഡ് കപ്പിന് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഹോട്ടൽസ്, ഓരോ ഏരിയയിലുമുള്ള ഹോട്ടൽസിൽ നമുക്ക് 1-2 ഫ്ലോർസ് ഫുള്ള് നമ്മളായിരിക്കും ഉണ്ടാവുക, ഓപ്പറേഷൻസ് ടീം. അപ്പൊ ഈ ഓപ്പറേഷൻസ് ടീം അവിടെ നിൽക്കുന്ന സമയത്ത് ഫൈനലിന്റെ 2 ദിവസം മുന്നേ ഫിഫ പ്രസിഡന്റ് ബ്ലാറ്റർ വന്നു. അപ്പൊ പുള്ളി ഒന്നും പറയാതെ പുള്ളിയുടെ സെക്യൂരിറ്റീസ് നമ്മളൊക്കെ ഓർഗനൈസിംഗ് കമ്മിറ്റി ഓഫീസും അതുപോലെ തന്നെ ഫിഫ എക്സിക്യൂട്ടീവ്സുള്ള ഓഫീസും എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് ബാക്ക് സൈഡിൽ വന്നിട്ട് വെറുതെ ഒരു മെസ്സേജിങ് ഒക്കെ, ആള് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ബ്ലാറ്ററാണ്. ഇപ്പൊ സ്റ്റെക്കാണ്, കാരണം അത്രയും ഫ്രണ്ട്ലി ആണ് ഫ്രീ ടു ടോക്ക് എന്നുള്ള രീതിയിലാണ് പുള്ളി വന്നത്. കാരണം Z കാറ്റഗറിയിലുള്ള ആളാണ് ആള്. അപ്പൊ നമ്മളെ ഡിന്നർ നമ്മളെ കൂടിയാണെന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെയാണ് ഉള്ളത്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മെന്റലി നമ്മൾ റിലാക്സ് ആവാം.
അപ്പം അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ആളുകള് ആ ഒരു അത്രയും സിംപ്ലിസിറ്റി കാണിക്കുമ്പോ ആ ഒരു പ്രൊഫഷണലിസത്തിന്റെ ഒരു മാനർ ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ അറിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തോന്നും അവരുടെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു കാലം അവരോട് വർക്ക് ചെയ്തിട്ട് ഒരു 2-3 മാസം നമ്മൾ ആ ഒരു പ്രൊഫഷണൽ ഫീൽഡ് തന്നെ ഉണ്ടാവാം. പിന്നെ ഗ്രാജുവലി നമ്മള് നോർമൽ ലൈഫിലേക്ക് വരാണ്. അപ്പൊ അത് 1-2 ടൈം ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, പല റീസൺസും. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് മാത്രമല്ല, കാരണം ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്, യൂറോപ്പ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലെ ചാമ്പ്യൻഷിപ്പുകളുണ്ട്, കോപ്പ അമേരിക്ക അല്ലെങ്കിൽ അതുപോലുള്ള. അപ്പൊ ഇതിലൊക്കെ നമുക്ക് പോകാൻ പറ്റും, കാരണം ഫെമിലിയർ ഫേസ് തന്നെയാണ് അവിടെ ഒക്കെ ഉള്ളത്. ചാമ്പ്യൻഷിപ്പ് മാറുന്നുള്ളൂ. മനസ്സിലായി. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ, എത്ര രാജ്യങ്ങൾ ഇതുവരെ സന്ദർശിച്ചിട്ടുണ്ട്? ഞാന് ശരിക്ക് നോക്കുകയാണെങ്കിൽ 38 രാജ്യങ്ങൾ സന്ദർശിച്ചു. ഓക്കെ, 38 കൺട്രീസ്. അതിലിപ്പോ റീസെന്റ് ഏറ്റവും ലാസ്റ്റ് ഈ ലോക്ക്ഡൌൺ സമയത്ത് ഒളിമ്പിക്സിന് ജപ്പാൻ ഏകദേശം പ്രിപ്പയർ ആയിരുന്നു. അപ്പോഴാണ് ജപ്പാനിലെ ഒളിമ്പിക്സ് മാറ്റിക്കുന്നത്, കാരണം ഈ ഒരു ഏരിയ പോയില്ല. അപ്പൊ ജപ്പാൻ ആ ഒരു ഇതുണ്ടല്ലോ, ഓസ്ട്രേലിയ ഒക്കെ ഒന്ന് പോയി വരാന്നുള്ള ഇതായിരുന്നു. യൂറോപ്പ് പിന്നെ അതുപോലെ തന്നെ സൗത്ത് അമേരിക്ക ഒക്കെ ഏകദേശം കവർ ചെയ്തു, മിഡിൽ ഈസ്റ്റ്. അപ്പൊ ഈ ഒരു ഏരിയ ആണ് ഇനി ബാക്കിയുള്ളത്. അപ്പൊ ഞാൻ ജപ്പാനിൽ ഇവിടെ ഒളിമ്പിക്സോട് കൂടി തുടങ്ങാമെന്ന. പിന്നെ ഒരുപാട് സിറ്റീസ്. ഇപ്പൊ അതില് ആദ്യമൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു, ഫസ്റ്റ് ഇങ്ങനെ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ. പിന്നെ അത് യൂസ്ഡ് ആയി, നമുക്ക് പല സ്ഥലങ്ങളും നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങളിൽ പോയിട്ട് ഇവിടെ ഇറങ്ങി അവർ മെട്രോ എടുത്ത് കഴിഞ്ഞാൽ ഇത്ര ഡിസ്റ്റൻസ് വാക്ക് ചെയ്താൽ ഇന്ന സ്ഥലത്തെത്തും എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ മനസ്സിൽ അത് പതിഞ്ഞു. അതില് പലപ്പോഴും ആളുകളെ കൂട്ടിയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഈ കാഴ്ചയില്. ഇത് ഇവിടെ ഇങ്ങനെ വരണം, ഒരു 1 ടൈം കൂടെ വരണം. അതിലെനിക്ക് ബ്രസീൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ബ്രസീലില് വലിയ രാജ്യമാണ്, ഭയങ്കര കാമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പിന്നെ സാവോപോളോ സാൻജോസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളം പോലത്തെ ഒരു ഇതാണ്. കേരളം പക്ക കേരളത്തിന്റെ ആ ഒരു വെള്ളത്തോളൊക്കെ എഴുതിയ പോലത്തെ ഒരു കേരളം ഉണ്ടല്ലോ, പുഴ, ചെറിയ മലകളും ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടുള്ള എനിക്ക് ആ ഒരു ഭയങ്കര. അന്ന് സാവോപോളോ ഞാൻ റിയോ ഡി ജനീറോയിലേക്ക് 7 മണിക്കൂർ ബസ് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് 2 സൈഡിലും ഫീൽ ചെയ്ത ഒരു രസം അതായിരുന്നു, കേരളം പോലെ. അപ്പൊ നമ്മൾ ശരിയായ കുറച്ച് മലയാളികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ ഇതാണ് അന്ന് പറഞ്ഞ എഴുതിയ കേരളം ഇതാണെന്ന് പറഞ്ഞു കണ്ടു. കാരണം ഇപ്പം എല്ലാം കോൺക്രീറ്റ് ബിൽഡിംഗ് ആയിപ്പില്ല നമ്മളാണ്. കാരണം ഇന്ത്യന്റെ 7 ഇരട്ടി വലിപ്പമുണ്ട്. ബ്രസീൽ ഒബിയസ്ലി റിയോ ഡി ജനീറോ സിറ്റിയാണ്, മെട്രോ സിറ്റിയാണ്. അതുപോലെ തന്നെ സാവോപോളോ സിറ്റി ഉണ്ട്. അവിടുന്ന് സബർബൻസ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളാണ് നല്ല അരുവികളിലും ഇതൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ക്ലൈമറ്റ് നല്ല. അതാണ് നമ്മളെ ഇന്ത്യൻസിന്റെ അല്ലെങ്കിൽ മലയാളികളെ ഒരു ലുക്ക് അല്ലേ ബ്രസീലിയൻ പ്ലേയേഴ്സ് ഒക്കെ ശ്രദ്ധിച്ചോ? ആ കളർ, സ്കിൻ കളർ കണ്ടില്ലേ? എത്ര അന്തർദേശീയ മത്സരങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുവരെ? അങ്ങനെയല്ലോ ഓർമ്മ വെച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കൗണ്ട് ഇട്ടിട്ടില്ല. കാരണം ബ്രസീലിലെ ഒട്ടുമിക്ക മത്സരങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ബ്രസീലിലെ വേൾഡ് കപ്പ്, പിന്നെ അതുപോലെ റഷ്യ വേൾഡ് കപ്പ് റീസെന്റ് നടന്ന, പിന്നെ അതുപോലെ ചാമ്പ്യൻസ് ലീഗുകൾ ഒരുപാട് മത്സരങ്ങൾ, അതിൽ ഫൈനൽസ്, പിന്നെ യൂറോപ്പ, പിന്നെ അതുപോലെ തന്നെ പല ലീഗ് ചാമ്പ്യൻഷിപ്പുകൾ, ബുണ്ടസ് ലീഗ് ആണെങ്കിലും ശരി, ഫ്രഞ്ച് ലീഗ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ പിന്നെ ഇറ്റാലിയൻ ലീഗ് ആണെങ്കിൽ. എനിക്കൊരു മിലാൻ ടീമിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ടേ. അതുകൊണ്ട് തന്നെ AC മിലാൻ ടീമായിട്ട് നല്ല ബന്ധമാണ്. അതിന്റെ CEO ഉംബർട്ടോ ഗാന്ധിനി എന്ന് പറയും. അയാള് ഞാൻ അവിടെ പോയ സമയത്ത് പുള്ളിയാണ് എനിക്ക് മാച്ച് ടിക്കറ്റ്സ് ഒക്കെ മിലാൻ ടീമിന്റെ അറേഞ്ച് ചെയ്യാറ്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ലാസ്റ്റ് ഇയർ സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു മിലാൻ ഡെർബി കാണാൻ പറ്റി, ഇന്റർ മിലാൻ വേഴ്സസ് AC മിലാൻ. അതൊരു സൂപ്പർ അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഷാൽക്കെ ബോറുഷ്യ ഡോട്ട്മുണ്ട് മാച്ച്, അത് റൈവൽറിയാണ്. അപ്പൊ അത് ഒരു ഭയങ്കര ഹര. അതുപോലെ അത്ലറ്റിക്കോ മാഡ്രിഡ്, റിയൽ മാഡ്രിഡ് മാച്ചസ്, അപ്പൊ ഇങ്ങനെയുള്ള ടീംസിന്റെ കളിയാണ്. പിന്നെ അതുപോലെ ഇന്റർനാഷണലി വരുന്ന എല്ലാ മാച്ചസും ബ്രസീല്, അതുപോലെ ഒരുപാട് ഇങ്ങനെയൊക്കെ. അങ്ങനെ അത് എണ്ണിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. കാരണം വെച്ചാൽ അത് ഒരു മൂഡില് പോവാണല്ലോ നമ്മള് ഒരു സ്ഥലത്തെത്തിക്കുക. ഇപ്പൊ
ഏറ്റവും ലാസ്റ്റ് ഞാൻ കണ്ടത് PSG മാച്ചാണ് ഈ ലാസ്റ്റ് ഫെബ്രുവരി. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നത്, ഫ്രാൻസിൽ നിന്ന്. ഈ ഏതെങ്കിലും സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് മറ്റുള്ള മലയാളികളെ കാണാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. അങ്ങനെയാ വെച്ചാ ഒരു മലയാളികളെ കണ്ടത് സ്റ്റേഡിയത്തിന്റെ വെച്ചിട്ടല്ല. ഐ മീൻ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോ എന്റെ മെസ്സഞ്ചറിൽ എനിക്ക് മെസ്സേജ് വന്നു. അന്നൊരു ട്രിപ്പ് അടിച്ചു, എനിക്ക് തോന്നുന്നത് ജർമ്മനിയിൽ വെച്ചാണ് തോന്നുന്നു. മെസ്സഞ്ചറിൽ ഒരാൾ മെസ്സേജ് ചെയ്തിട്ടു, എനിക്ക് മാച്ച് ടിക്കറ്റ് വേണം, തരാൻ പറ്റുമോ ചോദിച്ചിട്ട്. അപ്പം പുള്ളി മലയാളിയാണ്, എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ സ്ഥലത്ത് ആളുണ്ട്. അപ്പൊ എനിക്ക് അപ്പം അയ്യോ അയാൾ അവിടെ ഉണ്ടായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ, കാരണം ടിക്കറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ക്ലബിന് ഇവിടുത്തെ ഒരു കൗണ്ടറിൽ നിന്ന് വന്ന് ടിക്കറ്റ് എടുക്കുന്ന സിറ്റുവേഷൻ അല്ലല്ലോ, എല്ലാം ഓൺലൈനിലാണ്. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ക്ലബിന് അലോക്കേഷൻസ് ഉണ്ടാവും. ഹോം ടീമിന് 40, എവേ ടീമിന് 20, ബാക്കി പബ്ലിക്കിൽ നിന്നുള്ള രീതിയിലൊക്കെയാണ് ടിക്കറ്റ് ഉണ്ടാവുക. അപ്പൊ അവിടെ അലോക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടിക്കറ്റ് നമുക്കാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ക്ലബിന്റെ ഗസ്റ്റ് ആയിട്ട് കിട്ടുന്ന ടിക്കറ്റുകളാണ്. അപ്പൊ അതിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടുത്തെ മാതിരി വേറെ ആൾ വിളിച്ച് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സങ്കടമുണ്ട്. വേൾഡ് കപ്പ് കാണാൻ പോയപ്പോ ഒരുപാട് മലയാളീസിനെ കണ്ടിട്ടുണ്ട് ഞാൻ. ഈ 2018 റഷ്യ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി പോയപ്പോ മലയാളീസിനെ കണ്ടിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ബ്രസീൽ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി പോയപ്പോ കണ്ടിട്ടുണ്ട്. കാരണം ഒരുപാട് മലയാളീസ്, ഈവൻ എന്റെ ഒരു ഫ്രണ്ട് ദുബായിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് നാളത്തേക്ക് എനിക്കൊരു ലൂസേഴ്സ് ഫൈനൽ മാച്ച് കാണാൻ പറ്റി വെച്ചിട്ട്, ഇംഗ്ലണ്ട് വേഴ്സസ് ഇതാണ് തോന്നുന്നു, ബെൽജിയം മാച്ചാണ് തോന്നുന്നു. പുള്ളി ഹസാർഡിന്റെ ഹാർഡ് കോർ ഫാനാണ്. അപ്പം എങ്ങനെയും വരണം എന്ന് പറഞ്ഞപ്പോ വിത്തിൻ ഒരു 12 hours ടൈമില് ഞാൻ ടിക്കറ്റ് പുള്ളിക്ക് അയച്ചു കൊടുത്തു. ഫാൻ ഐ ഡി ഉണ്ടാക്കി. അന്ന് ഫാൻ ഐ ഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മതി, വിസ വേണ്ടയില്ല. ഇവയിന്ന് നേരെ വരാണല്ലോ. നേരെ വന്ന് പുള്ളി മാച്ചും കണ്ട് പിറ്റത്തെ രാവിലെ പോയി. ഈ ഫുട്ബോളിനോട് താല്പര്യമല്ലേ. എന്റെ അടുത്ത് ചാമ്പ്യൻസ് ലീഗിന്റെ എന്റെ അടുത്ത് ടിക്കറ്റ് ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷനിൽ, അന്ന് ഇറ്റാലി ആയിരുന്നു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നടത്തിയത്. അപ്പൊ ഫെഡറേഷനിൽ എനിക്ക് ടിക്കറ്റ് ഉണ്ടായിട്ട് പഴയ ടോട്ടൻഹാമിന്റെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, അലൻ നിൽസൺ. പുള്ളിയുടെ കാലത്ത് കുറച്ച് കാലമായിട്ട് ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽസ് മാച്ച് വേണമെന്ന് പറഞ്ഞിട്ട് 7 പേർക്ക് ഞാൻ ടിക്കറ്റ് അറേഞ്ച് ചെയ്തു. ഡെൻമാർക്കാണ് ഇന്റർനാഷണൽസ്. ഓക്കെ. ഈ നാട്ടില് ഷാനാസ് വരുന്ന സമയത്ത് ഈ ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ, ഇപ്പം അടുത്ത സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം നിങ്ങൾ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് ഫിഫയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അറിയാമല്ലോ. അപ്പൊ അവര് സ്ഥിരമായിട്ട് ചോദിക്കും. വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് അറിയാം ഞാനിങ്ങനെ ഉണ്ട് എന്നല്ല, അത് എല്ലാവർക്കും അറിയില്ല. പക്ഷെ എന്നാലും കുറച്ച് ആളുകൾക്ക് അറിയാം. എന്നാലും ഞാൻ ആ സമയത്ത് എനിക്ക് പറഞ്ഞ പോലെ നല്ല നല്ല ബോളുകൾ അല്ലെങ്കിൽ ജേഴ്സീസ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവർക്കൊക്കെ കൊടുക്കാറുണ്ട്. കുട്ടികൾക്കൊക്കെ എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. കിറ്റൊക്കെ കിട്ടി കഴിഞ്ഞാൽ കൊടുക്കാറുണ്ട്. കാരണം ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര ഇതായിരിക്കും. കാരണം വേൾഡ് കപ്പിന്റെ ഇപ്പം 9ാം വെളുപ്പിനൊക്കെ ഞാൻ ആ ഒരു 10 സ്റ്റാറിന്റെ ബോളൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളുടെ. അപ്പൊ ആ സമയത്ത് റൈറ്റ് ടൈമിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. ഇപ്പം 2002 വേൾഡ് കപ്പിന്റെ ബോൾ ഇപ്പൊ കൊടുത്തതിന്റെ രസം ഉണ്ടാവില്ല. അപ്പം ഇപ്പൊ 2022 ഖത്തറിന്റെ ഒരു ബോൾ ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ത്രില്ല് പറഞ്ഞാണല്ലോ. അപ്പൊ ആ രീതിയില് അങ്ങനെയൊക്കെ കുറച്ച് അറിയുന്ന ആൾക്കാർ വിളിക്കാറുണ്ട്. അവരൊക്കെ ചോദിക്കുന്ന സ്ഥിരം ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഷാനവാസിനോട്? ഇല്ല, ഒരു പലപ്പോഴും പല ആളുകളും പറയും ഭയങ്കര ഭാഗ്യാണ്. പക്ഷെ ഈ ഭാഗ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആളുകൾ, ഇപ്പൊ മെസ്സി ആയാലും റൊണാൾഡോ ഒക്കെ ആയാലും, നമ്മൾ ഇത്രയും ഒരു 1 year ഡിസ്റ്റൻസ് വെച്ച് കാണുമ്പോൾ നമുക്ക് ഓടിച്ചേരി കയറി തന്നെ അവരോടൊന്നും സെൽഫി ഒന്നും അടിക്കാം ഈ ഇത്രയും സെക്യൂരിറ്റി ഉള്ളപ്പോൾ നമ്മളെ പ്രൊഫഷണലിസത്തിനെ ബാധിക്കുന്നത്. അവർക്ക് ഫ്രീ ആയ സമയത്താണ് നമ്മൾ ഈ ഫോട്ടോസ് പിക്ചറൊക്കെ എടുക്കുന്നത്. അല്ലാതെ ഓടിച്ചാടി കയറിയിട്ട് ആളുടെ തിരക്കി പോയിട്ടൊന്നും ഫോട്ടോ എടുക്കാൻ നിൽക്കില്ല. പ്രൊഫഷണലായിട്ട് കണ്ട അപ്പൊ ആ ഒരു നമ്മളാ പ്രൊഫഷണലിസം എപ്പം കീപ്പപ്പ് ചെയ്യും. അപ്പം നമ്മളിപ്പോ ഈവൻ എനിക്ക് ലാസ്റ്റ് ഇയർ ഒരു കാർലോസ് പിയോൾ എന്റെ ഷോൾഡർ പുള്ളി ഒരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു എന്നെ വെച്ചിട്ട് എന്റെ അടുത്ത്. ഞാനും കാർലോസ് പിയോളും ക്രിസ്ത്യൻ കാരംബോ. ഞാൻ പറഞ്ഞു ഓക്കെ ഐ വിൽ സ്റ്റാൻഡ് മിഡിൽ ഓഫ് റിയൽ മാഡ്രിഡ് ആൻഡ് ബാഴ്സലോണ. കാരണം ഒരാള് ബാഴ്സലോണ പ്ലെയർ ആയിരുന്നു, മറ്റേ റിയൽ മാഡ്രിഡ് പ്ലെയർ ആയിരുന്നു. അങ്ങനെ ചിരിച്ച് അവര് നടുക്കി നിന്ന് അവനെ എനിക്കൊന്ന് കാർലോസ് ആണോ അല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യൻ ആണോ എടുത്തതെന്ന് അറിയില്ല. അവര് എന്റെ നടുക്ക് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മള് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ എടുക്കുന്ന പിക്ചേഴ്സ് ആണ് ഉണ്ടാവുക.
പിന്നെ പെലെയായിട്ടൊക്കെ വെച്ചാൽ നമ്മൾ സംസാരിച്ചു. പെലെ ഇങ്ങനെ സൈൻ ചെയ്യുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ലൂയിസ് ഫീഗോ നല്ലൊരു ഇഷ്ടമാണ്. കാരണം പുള്ളിക്ക് ഇന്ത്യ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഒരു പ്രാവശ്യം ഗോവയിൽ വന്നിട്ടായിരുന്നു, പിന്നെ ഫുട്സാലുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഇന്ത്യ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. പുള്ളി പറയും എന്റെ അടുത്ത് തമാശ പോയി, നമ്മൾ ആദ്യം ഒരാളെ അയച്ചിട്ടുണ്ടായിരുന്നു, അത് വാസ്കോ ഡ ഗാമനെ. അപ്പൊ ഞാൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഫ്രീ ആയിട്ട് വിസ ഒന്നും ഇല്ലാത്ത ഇവിടെ വരാന്ന് പറഞ്ഞു. കാരണം ഗോവയിൽ വരണമെങ്കിൽ വിസ വേണ്ട, പാസ്പോർട്ടുകാർക്ക് നേരിട്ട് വരാം. അതൊരു പുതിയ അറിവാട്ടോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നല്ല റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെ മിഷേൽ സെൽഗാഡോ, പഴയ റയൽ മാഡ്രിഡിന്റെ. അപ്പം ഞാൻ സെൽഗാഡോനെ വിളിച്ചിട്ട് അവര് സ്പാനിഷ് ടീമിന്റെ യൂത്ത് ടീമിനെ വെച്ചിട്ട് ഇന്ത്യൻ നാഷണൽ ടീമിനെ നമ്മള് ഒഫീഷ്യലി ഒരു വാട്സപ്പ് മെസ്സേജിൽ അടക്കം ഇന്ത്യക്ക് ഒരു മാച്ച് വെച്ചെടുത്തിട്ടുണ്ട്. ടീം ഇത്രാം തീയതി ഉണ്ടാവും അങ്ങനെ. അപ്പൊ അങ്ങനെ നല്ല റിലേഷൻഷിപ്പ് ഇപ്പം ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഈ ആളുകളൊക്കെ ചോദിക്കുന്നത് തന്നെയാ അത് എന്താണ്. അപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, അവർക്ക് വലിയ കളിച്ച് വലിയ ഉയരത്തിലെത്തിയ ആളുകളാണ്. പക്ഷെ അവരെ സിംപ്ലിസിറ്റിയില് നമ്മള് പിന്നെ അവരുടെ മുന്നിലെത്തുമ്പോ നമ്മള് വേറൊരാളെ കണ്ട പോലത്തെ ഒരു ഫീൽ ഉണ്ടാവാം. അല്ലാണ്ട് വലിയൊരു താരത്തിനെ കണ്ട പോലെയല്ല. അങ്ങനത്തെ ജാടയോ കാര്യങ്ങളൊന്നും അവർക്ക് കാണുന്നില്ല. അവർക്ക് വലിയ ഉയരങ്ങളിലെത്തിയ വലിയ പേരെടുത്ത വേൾഡ് മുഴുവൻ അറിയുന്ന ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ള പ്ലേയേഴ്സ് ആണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ഒന്ന് കണ്ട് സംസാരിച്ച് ഒക്കെ പോകുമ്പോ ഈവൻ മൈക്കൽ വല്ലാക്കാണെങ്കിൽ പോലും നമ്മള് ആ രീതിയിലൊന്നും എന്താ പറയാ ബന്ധപ്പെട്ടില്ല. അപ്പൊ കുറച്ച് സമയമൊക്കെ നമ്മൾ ഇരുന്ന് ഒരുമിച്ച് അവിടുന്ന് കഴിഞ്ഞ ഫിഫ ദ ബെസ്റ്റ് അവാർഡ് സമയത്ത് നമ്മൾ ഇരിക്കുന്ന ടേബിളിൽ പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പോ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര ഇതായിരുന്നു. നമ്മൾ ഒരുപാട് ഫാൻസ് ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ് കുറെ സംസാരിച്ചപ്പോ എന്റെ അടുത്ത് മൊബൈൽ വാങ്ങിച്ചിട്ട് പുള്ളിയുടെ നമ്പർ എന്റെ മൊബൈലിൽ ഫീഡ് ചെയ്യായത്. അതാണ് എനിക്ക് എന്നോട് വാട്സപ്പ് അയക്കും, മെസ്സേജ് അയക്കുക, എനിക്ക് ഇന്ത്യയിൽ വരാൻ താല്പര്യമുണ്ട് എന്നോട്. അപ്പൊ അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ട്. ഷാനവാസുമായുള്ള ഒന്നാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ എപ്പിസോഡിൽ അദ്ദേഹം പങ്കുവച്ചത് അദ്ദേഹം കണ്ട ഫുട്ബോളിലെ ലെജൻസിനെ കുറിച്ചും അന്താരാഷ്ട്ര മത്സരാനുഭവങ്ങളെക്കുറിച്ചുമാണ്. രണ്ടാമത്തെ എപ്പിസോഡിൽ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്നു. തുടർന്നുള്ള സംഭാഷണങ്ങൾ രണ്ടാമത്തെ എപ്പിസോഡിൽ കേൾക്കാം.